إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഈ റമളാനിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിലെ 11 മാസത്തേക്കുള്ള ഈമാനിൻ്റെയും തഖ്വയുടെയും ഇഖ്ലാസിൻ്റെയും ഒക്കെ ഇന്ധനം നിറക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. അതിൽ തന്നെ ചെറിയ മുതൽ മുടക്കിലൂടെ കൂടുതൽ ഇന്ധനം നിറക്കാവുന്ന ദിവസങ്ങളിലേക്കാണ് ഇൻഷാ അള്ളാഹ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഈ സ്പെഷ്യൽ ഓഫർ ഉപയോഗപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അവസാനത്തെ 10 ദിവസങ്ങളെ ഉപയോഗിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫീ അശ്രിൽ ലവാഹിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മറ്റു ദിവസങ്ങളിലൊക്കെ പരിശ്രമിക്കുന്നതിലേറെ ഈ 10 ദിവസങ്ങളിൽ ആത്മാർത്ഥമായ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ പകലുകൾക്കാണ് ഏറ്റവും പ്രാധാന്യമെങ്കിൽ ഇനി വരുന്ന 10 ദിവസങ്ങൾക്ക്, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾക്ക് രാത്രിയിലാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശദ്ദ മീസറഹു, പ്രവാചകൻ തൻ്റെ കരയുടുപ്പൊന്ന് മുറുക്കിയെടുക്കുമായിരുന്നു. വഅഹ്യാ ലൈലഹു, അവിടുന്ന് രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. വഅയ്ഖള അഹ്ലഹു, തൻ്റെ കുടുംബത്തെ കൂടി വിളിച്ചുണർത്തുമായിരുന്നു. രാത്രിയെ ജീവിപ്പിച്ച് കുടുംബത്തെ കൂടി ഇബാദത്തുകൾക്ക് വേണ്ടി സജീവമാക്കി അവിടുന്ന് അരയും തലയും മുറുക്കി ഇബാദത്തുകൾക്ക് ഇറങ്ങുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്.
സഹോദരങ്ങളെ, മാത്രവുമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ദാനധർമ്മങ്ങൾക്കായിരുന്നു. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ ബിൽ ഖൈർ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനങ്ങളിൽ ഏറ്റവും വലിയ ഉദാരമതിയായിരുന്നു. വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ തൻ്റെ അടുക്കൽ വരുന്ന റമളാൻ മാസത്തിലായിരുന്നു റസൂലുള്ളാഹ് ഏറ്റവും അധികം ദാനം ചെയ്തിരുന്നത്, ഔദാര്യം കാണിച്ചിരുന്നത്. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലും ദാനധർമ്മങ്ങളുടെ കാര്യത്തിലും ഏറെ താല്പര്യം കാണിച്ച ഒരു മാസമായിരുന്നു റമളാൻ എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചകൻ വലിയൊരു സമ്പന്നനായിരുന്നില്ല, അവിടുന്ന് വലിയ പണമുള്ള വ്യക്തിയായിരുന്നില്ല. പക്ഷേ ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള മനസ്സ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ കാണിച്ച മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. അതുകൊണ്ട് ദാനധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാകണം. കുറേ ഉള്ളത് കൊണ്ടല്ല, ഉള്ളതിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. കാരണം പാപമോചനത്തിൻ്റെ മാസമാണല്ലോ ഈ റമളാൻ. എങ്കിൽ പാപമോചനം തന്നെയാണ് സ്വതക്കയിലൂടെയും നമുക്ക് കിട്ടാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ. വെള്ളമൊഴിച്ചാൽ തീ കെട്ടുപോകുന്നത് പോലെ ദാനധർമ്മം ചെയ്താൽ പാപങ്ങളില്ലാതെയാകുന്നതാണ്. ധർമ്മം ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് പാപങ്ങൾ കരിഞ്ഞു പോകുന്നതാണ്. സഹോദരങ്ങളെ, എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുല്ലു മ്രിഇൻ ഫീ ളില്ലി സദഖതിഹി. ഓരോരുത്തരും അവനവൻ്റെ ദാനധർമ്മത്തിൻ്റെ തണലിലായിരിക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഹത്താ യുഖ്ലാ ബൈനൻ നാസ്. ജനങ്ങൾക്കിടയിൽ വിചാരണ തീർപ്പാകുന്നതുവരെ, വിചാരണക്കെടുത്ത് തീർപ്പാകുന്നതുവരെ അവൻ ചെയ്ത ദാനധർമ്മത്തിനനുസരിച്ചുള്ള തണലിൽ അവൻ പരലോകത്തുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബഹു. നിങ്ങളിൽ ഒരാളും തന്നെയില്ല അവനോട് സയുകല്ലിമുഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനോട് സംസാരിക്കാതെ. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അവരോട് സംസാരിക്കുമ്പോൾ ഇടയിൽ ഒരു ദ്വിഭാഷിയുടെ ആവശ്യമില്ലാതെ അള്ളാഹു പറയുന്നത് നമുക്കും നാം പറയുന്നത് അള്ളാഹുവിന് മനസ്സിലാകുന്ന വിധത്തിൽ തർജുമാനില്ലാതെ, ദ്വിഭാഷിയില്ലാതെ, പരിഭാഷകനില്ലാതെ നേരിട്ട് റബ്ബിനോട് സംസാരിക്കുന്ന ഒരു സമയം വരും. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, ഫയൻളുറു അയ്മന മിൻഹു. ആ സമയത്ത് അവൻ്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കുമ്പോൾ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ ധാരാളമായി അവിടെ അവൻ കാണുകയാണ്. അവൻ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്ത തിന്മകൾ അവിടെ കാണുകയാണ്. അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ ആളിക്കത്തുന്ന നരകം അവനെ മാടി വിളിക്കുന്നത് അവൻ കാണുകയാണ്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, ഫത്തക്കുന്നാർ. ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. വലൗബിഷിക്കി തമ്ര. ഒരു കാരക്കച്ചികൾ കൊണ്ടെങ്കിലും, ഒരു അടിമക്ക് അതാണോ കൊടുക്കാൻ കഴിയുക, അത് കൊടുത്തിട്ടെങ്കിലും ആ ഭീകരമായ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സമ്പത്ത് എന്നത് ഒരു വലിയ പരീക്ഷണമാണ്. അത് വലിയ അനുഗ്രഹമാണെങ്കിൽ അതൊരു വലിയ പരീക്ഷണവുമാണ്. ഓരോരുത്തരുടെയും തനിനിറം അറിയണമെങ്കിൽ അവനോട് സാമ്പത്തിക ഇടപാട് നടത്തി നോക്കുക എന്ന് ഉലമാക്കൾ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം പുറത്തു വരുന്ന രംഗമാണ് സമ്പത്ത് ചെലവഴിക്കുന്ന രംഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ വിശുദ്ധ ഖുർആൻ മരണത്തോട് ചേർത്തി പറഞ്ഞു. സമ്പത്തിനെ വിശുദ്ധ ഖുർആൻ ഖബറിനോട് ചേർത്തി പറഞ്ഞു. സമ്പത്തിനെ വിശുദ്ധ ഖുർആൻ അന്ത്യനാളിനോട് ചേർത്തി പറഞ്ഞു. സമ്പത്തിനെ വിശുദ്ധ ഖുർആൻ നരകത്തോട് ചേർത്തി പറഞ്ഞു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തോട് ചേർത്തി പറഞ്ഞ ആയത്തുകളാണ് സൂറത്തുൽ ലൈലിലെ 92-ാം അധ്യായത്തിലെ ഏതാനും വചനങ്ങളാണ് ഓതി കേൾപ്പിച്ചത്. 8 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു പറയാണ്, ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ മടി കാണിച്ചാൽ, വസ്തഗ്ന സ്വയം പര്യാപ്തത നടിച്ചാൽ, വകദ്ദബ ബിൽ ഹുസ്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിക്കുകയും ചെയ്താൽ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ അവന് പ്രയാസകരമായതിലേക്ക് നാം എത്തിക്കുന്നതാണ്. അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കാനും അള്ളാൻ്റെ അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാനും ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് പ്രയാസകരമായൊരു അവസ്ഥ അള്ളാഹു കൊടുക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. അവൻ മരിച്ചു വീഴുമ്പോൾ, അവൻ മറിഞ്ഞു വീഴുമ്പോൾ ആ സമ്പത്ത് അവന് ഉപകാരപ്പെടുകയില്ല.
എത്ര കുന്നുകൂടിയ സമ്പത്തുണ്ടെങ്കിലും മരിച്ചു പോകുമ്പോൾ ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് മരണം അത് വന്നെത്തും മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യന് സമ്പത്തിനോട് അമിതമായ പ്രിയമാണ്. പക്ഷേ അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, അഫലാ യഅലമു, അവൻ അറിയുന്നില്ലേ, ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത് പുറന്തള്ളപ്പെട്ടാൽ, മരിച്ചു പോകേണ്ട മനുഷ്യ, ഖബറിലേക്ക് പോകേണ്ട മനുഷ്യ, സമ്പത്ത് ഉപകാരപ്പെടാത്ത, സന്താനങ്ങൾ ഉപകാരപ്പെടാത്ത ദിവസം വരാനില്ല മനുഷ്യ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, അമിതമായ തോതിൽ അവൻ സമ്പത്തിനെ ഇഷ്ടം വെക്കുകയാണ്. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അല്ലാഹു പറയാണ്, മനുഷ്യരെ ആകാശങ്ങളൊക്കെ കൂട്ടിമുട്ടി ഭൂമിയൊക്കെ പൊടിപൊടിയായി മനുഷ്യനിങ്ങനെ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകുന്ന, നരകം കൊണ്ടുവരപ്പെടുന്ന ആ ദിവസം വന്നു കഴിഞ്ഞാൽ ധർമ്മം ചെയ്യാമെന്ന് അവന് തോന്നും. വഅന്നാ ലഹു ദിക്റ, എവിടുന്നാ ഇപ്പോൾ ഈ ചിന്ത വന്നത്, എൻ്റെ സമയത്ത് നീ അത് ചെലവഴിക്കാതിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നരകവുമായി ചേർത്ത് അല്ലാഹു വീണ്ടും പറഞ്ഞു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അതിങ്ങനെ എണ്ണിക്കണക്കാക്കി കുറഞ്ഞു പോകുമോ എന്ന് പേടിച്ച് എപ്പോഴും ഇങ്ങനെ അത് പരിപോഷിപ്പിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യരില്ലേ, യഹ്സബു അന്ന മാലഹു അഖ്ലദ, എപ്പോഴും തൻ്റെ സ്വത്ത് തന്നെ സഹായിക്കും എന്നവൻ വിചാരിക്കുകയാണ്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, വേണ്ട, അവനെ ഹുത്തമയിലേക്ക് വലിച്ചെറിയുന്നതാണ്, നരകത്തിലേക്ക് എറിയുന്നതാണ്. സുഹൃത്തുക്കളെ, ആ നരകത്തുനിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ, ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ അവനൊരു പേടിയില്ല. എന്തേ കാരണമെന്നോ, ഇന്നും രാവിലെ എൻ്റെ അടുക്കൽ 2 മലക്കുകൾ വന്നു. നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ 2 മലക്കുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ, ഒരു മനുഷ്യനുമില്ല നേരം പുലരുമ്പോൾ അവൻ്റെ അടുക്കൽ 2 മലക്കുകൾ വരാത്തവരായി. ഫയഖൂലു അഹദുഹുമാ, ആ 2 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ, ഇയാൾ ചെലവഴിക്കുന്ന ആളാണെങ്കിൽ, ഇയാൾ ദാനം ചെയ്യുന്നവനാണെങ്കിൽ, ധർമ്മം ചെയ്യുന്നവനാണെങ്കിൽ കൂടുതൽ വർധനവ് കൊടുക്കണേ, പകരം നൽകണേ അല്ലാഹ്. അപ്പോൾ രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫാ, അല്ലാഹുവേ, ഇയാൾ പിശുക്കനാണെങ്കിൽ, പിടിച്ചു വെക്കുന്നവനാണെങ്കിൽ, ധർമ്മം ചെയ്യാത്തവനാണെങ്കിൽ ഉള്ളതും നശിപ്പിക്കണേ, നാശം നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഇത് ഓരോ ദിവസവും നടക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ദിവസം ഏത് മലക്കിൻ്റെ പ്രാർത്ഥനയായിരിക്കും നമുക്ക് ഫലം കാണുക? ആദ്യത്തെ മലക്കിൻ്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമോ? റബ്ബിൻ്റെ മാർഗത്തിൽ കൊടുത്ത് വിജയികളാകാൻ നമുക്ക് സാധിക്കുമോ? റബ്ബിൻ്റെ പരീക്ഷണമാണ്. സുഹൃത്തുക്കളെ, ദാനധർമ്മം കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കുന്ന പലരും നിർബന്ധ ദാനത്തിൽ വീഴ്ച വരുത്തുന്നത് നാം കാണാറുണ്ട്. സക്കാത്തിൽ വീഴ്ച വരുത്തുന്നത് നാം കാണാറുണ്ട്. കൃത്യമായി നമസ്കരിക്കുന്ന, പള്ളിയിൽ കൃത്യമായി വരുന്ന, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പലരും നിർബന്ധ ദാനത്തിൽ വീഴ്ച വരുത്തുന്നുവെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് സക്കാത്ത്. അത് മനുഷ്യനെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും വേണ്ടിയാണ്. ഖുർആൻ പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്ന് ആ നിർബന്ധ ദാനം നീ സ്വീകരിക്കണം. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അതവരെ ശുദ്ധീകരിക്കും, അതവരെ സംസ്കരിക്കും. സംസ്കാരമുള്ളവനാണെങ്കിൽ, വൃത്തിയും വിശുദ്ധിയും ഉള്ളവനാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം തന്നെ വളർച്ച, ഉയർച്ച, അഭിവൃദ്ധി എന്നൊക്കെയാണ്. അതിൻ്റെ സാങ്കേതികമായതോ, തനിക്ക് ഒരു നിശ്ചിത പരിധിയിൽ സമ്പത്ത് എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി, അതിൻ്റെ ഒരു വിഹിതം തൻ്റേതല്ല, അത് പാവപ്പെട്ടവൻ്റെതാണ് എന്ന് മനസ്സിലാക്കി അവൻ്റെ അർഹിച്ചത് കൊടുക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മനഅ ഖൗമുൻ സകാത്ത് അംവാലിഹിം ഇല്ലാ മനഉൽ ഖത്ർ മിനസ് സമാ, ഒരു വിഭാഗം ആളുകൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കാത്തവരായി നാട്ടിൽ വളർന്നു വന്നാൽ അവരിലേക്ക് മഴ പോലും അള്ളാഹു അത് മുഖേന തടഞ്ഞു വെക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, എന്താണ് സമ്പത്ത് ചിലവഴിക്കാതെ മാറ്റിവെച്ചത് കൊണ്ട് നമുക്കൊരു ഉപകാരം? ഉപദ്രവം മാത്രമേ ഉള്ളൂ.
ഖുർആൻ പറയാണ്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് തന്നിട്ട് അത് പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കേണ്ടതില്ല ഹുവ ഖൈറൻ ലഹും, അവർക്കത് നല്ലതിനാണെന്ന്. ബൽ ഹുവ ശർറുൻ ലഹും, അവർക്കത് അപകടമാണ്, അതവർക്ക് ആപത്താണ്. സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർ പിശുക്ക് കാണിച്ച് മാറ്റിവെച്ച ആ സ്വത്ത് മുഴുവൻ കണ്ടാഭരണമായി കഴുത്തിൽ ഭാരമായി അള്ളാഹു വെച്ചു കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ 180-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ വിഹിതം എന്നത് നമ്മുടേതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 രൂപ ഒരാൾ ഇട്ട് തന്നിട്ട് അതിൽ 8,000 നിങ്ങളെടുത്തോളൂ, 2,000 ഇന്ന വ്യക്തിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാണ്, എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതല്ലേ, ഞാനല്ലേ അക്കൗണ്ട് എടുത്തത്, എൻ്റെ പേരിലല്ലേ, അത് മുഴുവൻ എൻ്റേതാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെയാണ് അള്ളാഹു തന്ന സ്വത്തിൽ നിന്ന് അള്ള പറഞ്ഞു 2.5% ഒരു നിശ്ചിത പരിധി എത്തിയാൽ അത് നിൻ്റേതല്ല, അത് പാവപ്പെട്ടവൻ്റേതാണ്, അത് മലമ്പാത താണ്ടിക്കടക്കലാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ആളുകൾ നരകത്തിൽ പോകുന്നു. എന്തേ കാരണം? ഫലകതഹമൽ അഖബ, ആ മലമ്പാത താണ്ടിക്കടക്കാൻ അവർക്ക് സാധിച്ചില്ല. വമാ അദ്റാകമൽ അഖബ, മലമ്പാത എന്ന് പറഞ്ഞാൽ എന്തെന്ന് നിനക്കറിയുമോ? ഫക്കു റഖബ, അത് അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, പട്ടിണി കിടക്കുന്ന വ്യക്തിക്ക് ഭക്ഷണം നൽകലാണ്. യതീമൻ ദാ മഖ്റബ, ബന്ധുവായ അനാഥയെ സംരക്ഷിക്കലാണ്. ഔ മിസ്കീനൻ ദാ മത്റബ, അല്ലെങ്കിൽ അങ്ങേയറ്റം കാഠിന്യം ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിക്ക് സഹായം നൽകലാണ്. മലമ്പാത താണ്ടിക്കടക്കുക എന്നാണ് പാവങ്ങളെ സഹായിക്കുന്നതിന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ സ്വത്ത് ഒരു നിശ്ചിത പരിധിയിലെത്തിയാൽ, സമ്പത്തിൻ്റെ സക്കാത്ത് പറയുമ്പോൾ ഒരു വർഷം തികയുമ്പോൾ നമുക്കൊക്കെ വേണം യഥാർത്ഥത്തിൽ ഒരു കാൽക്കുലേഷൻ ഡേറ്റ് വേണം, സക്കാത്ത് കണക്ക് നോക്കുന്ന ഒരു ദിവസം വേണം, അതേത് ദിവസവുമാകാം. ഇതുവരെ നമുക്കില്ലെങ്കിൽ ഇന്ന് തീരുമാനിച്ചോളൂ, അല്ലെങ്കിൽ റമദാനിൽ ഒരു ദിവസം കണ്ടെടുത്തോളൂ. എന്നിട്ട് ഓരോ വർഷവും കണക്ക് നോക്കണം. 595 ഗ്രാം വെള്ളിയുടേത് ഏകദേശം 45,000 രൂപ നമ്മുടെ അടുക്കൽ ബാലൻസായി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിലുള്ളതാണെങ്കിലും ബാങ്കിലുള്ളതാണെങ്കിലും ആരുടെങ്കിലും കൊടുത്തതാണെങ്കിലും എപ്പോഴും കിട്ടാവുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ആ സ്വത്തില്ലേ, അത് 595 ഗ്രാം വെള്ളിയുടേതിന് തുല്യമാകുമ്പോൾ അതിൻ്റെ 2.5% നമ്മുടേതല്ല, അത് ഫക്കീറിൻ്റേതാണ്, അത് മിസ്കീനിൻ്റേതാണ്, അത് ഫീ സബീലിലേക്കുള്ളതാണ്, അത് മുഅല്ലഫത്തു ഖുലൂബിൻ്റേതാണ്. ഖുർആൻ പറഞ്ഞ 8 വിഭാഗത്തിൻ്റേതാണ്, അത് നമ്മുടേതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ, സ്വർണ്ണവും വെള്ളിയുമൊക്കെ തങ്കരിച്ച് ശേഖരിച്ച് വെക്കുന്ന ചില ആളുകളുണ്ട്. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാത്ത ആളുകളുണ്ട്. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് അവരെ അറിയിച്ചു കൊള്ളുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അവരുടെ ആ സ്വത്ത് മുഴുവൻ നാളെ പരലോകത്ത് നരകത്തിലിട്ട് പഴുപ്പിക്കുന്നതാണ്. ഫതുഖ്വാ ബിഹാ, എന്നിട്ട് അതുകൊണ്ട് ഇസ്തിരിയിടുന്നതാണ്. ജിബാഹും വ ജുനൂബഹും വ ളുഹൂറഹും, അവരുടെ മുതുകുകളിലും അവരുടെ മുഖങ്ങളിലും അവരുടെ പിരടികളിലും പാർശ്വങ്ങളിലും. അതുകൊണ്ട് അള്ളാഹു ഇസ്തിരിയിടും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അവിടെ വെച്ച് പറയുമത്രേ, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ഇത് നിങ്ങൾക്ക് വേണ്ടി തങ്കരിച്ചു വെച്ചതാണ്, ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചതാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ തങ്കരിച്ചു വെച്ചതുകൊണ്ട് അനുഭവിച്ചോളൂ, ആസ്വദിച്ചോളൂ എന്ന് അള്ളാഹ് പറയുന്നൊരു രംഗം വിശ്വാസികളെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ തയ്യാറാവുക എന്നത് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണ സഹിതം പറഞ്ഞു, ഒട്ടകങ്ങൾക്ക്, പശുക്കൾക്ക്, ആടുകൾക്ക് ഒക്കെ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ അവരുടെ ആ സ്വത്ത് മുഴുവൻ വലിയ ഫലകങ്ങളാക്കി അത് തീയിലിട്ട് പഴുപ്പിച്ച് അതുകൊണ്ട് അവരെ ശരീരത്തിൽ പഴുപ്പിക്കുകയും അവരെ ഉരുണ്ട പന്ത് പോലെയാക്കി ഒട്ടകങ്ങൾ തട്ടിക്കളിക്കുന്ന, ആടുകൾ തട്ടിക്കളിക്കുന്ന, പശുക്കൾ തട്ടിക്കളിക്കുന്ന രൂപത്തിലായിരിക്കും അവർ അന്ത്യനാളിൽ വരിക എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സക്കാത്ത് അതിൻ്റെ കണക്ക് നോക്കി അത് അർഹിച്ച ആളുകളിലേക്ക് എത്തിക്കാൻ നാം തയ്യാറാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അവരിൽ നിന്ന് സമ്പത്ത് സ്വീകരിക്കുകയും
അവരിലെ ദരിദ്രർക്ക് അത് വിതരണം ചെയ്യുക എന്നായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് സംഘടിതമായ രൂപത്തിലുള്ള ഒരു സക്കാത്താണ് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തുകളെയും ഹദീസുകളെയും വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു. നിങ്ങൾ പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കൂ എന്ന് പറയുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ പണക്കാരിൽ നിന്ന് അത് സ്വീകരിക്കുകയും ശേഖരിക്കുകയും നിങ്ങളുടെ പാവങ്ങൾക്ക് അത് വിതരണം ചെയ്യുക എന്ന് പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് സംഘടിതമായൊരു സംവിധാനമുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കലാണ്. ഇനി അതല്ല, പാവങ്ങൾക്ക് അത് എത്തിച്ചാലും അവൻ്റെ സക്കാത്ത് വീടുന്നുമുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അർഹിക്കാത്ത ഒരു രൂപ പോലും നമ്മുടെ കയ്യിലില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 ദിവസങ്ങളെ എങ്ങനെയാണ് പരിഗണിച്ചത്? അവിടുന്ന് പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടി എഴുത്തിക്കാഫിരുന്നു. എഴുത്തിക്കാഫ് എന്നതിൻ്റെ നിർവചനമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ഭൗതികമായ ബന്ധങ്ങൾ വിച്ഛേദിച്ച് അള്ളാഹുവിനോട് ഹൃദയവുമായി ബന്ധിച്ച് പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടൽ. അതൊരു മണിക്കൂർ സമയമാണ് സാധിക്കുക എങ്കിൽ ദുനിയാവുമായുള്ള ചിന്തകളും ബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് റബ്ബിലേക്ക് ഹൃദയത്തെ ബന്ധിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ ഒരു മണിക്കൂർ സമയം ചടഞ്ഞുകൂടാനാകുമോ നമുക്ക്? എങ്കിൽ അത് എഴുത്തിക്കാഫാണ്. എഴുത്തിക്കാഫിന് ഒരു ചുരുങ്ങിയ കാലയളവ് എന്നോ ഒരു ദീർഘമായ കാലയളവ് എന്നോ നമുക്ക് പറയുക സാധ്യമല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ അവസാനത്തെ 10 ദിവസങ്ങളിലും എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നതുവരെ, മരണം വരെ. അതിനുശേഷവും അവിടുത്തെ ഭാര്യമാർ എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്കും അനുവദനീയമായ പ്രതിഫലാർഹമായ കാര്യമാണ് എഴുത്തിക്കാഫ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ആദ്യമൊക്കെ പ്രവാചകൻ 10 ദിവസങ്ങളിൽ എഴുത്തിക്കാഫിരിക്കുകയും കാനൽ ആമുല്ലദീ ഖുബില ഫീഹ്, റസൂലുള്ള മരിച്ച വർഷത്തിൽ എഴുത്തക്കഫ 20 യൗമ, അവിടുന്ന് 20 ദിവസം എഴുത്തിക്കാഫിരിക്കുകയും ചെയ്തു എന്നാണ്. സുഹൃത്തുക്കളെ, എന്താണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രത്തോളം പോരിശയുണ്ടാകാൻ കാരണം? അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ച് കിട്ടിയ ദിവസമാണ്, ദിവസമടങ്ങുന്ന, രാത്രി അടങ്ങുന്ന ദിവസങ്ങളാണ് പ്രസ്തുത ദിവസങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇതാ നിർണിതമായൊരു രാത്രിയിൽ ഈ ഖുർആനിനെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ആ രാത്രി ഏതെന്ന് നിങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാളും പുണ്യം നിറഞ്ഞ രാവാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഈ ഉമ്മത്തിനോട് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് ലൈലത്തുൽ ഖദർ. കാരണം അവൻ ഏറിക്കവിഞ്ഞാൽ ഒരു 80 വർഷം, അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70, 60നും 70നും ഇടയിൽ മാത്രം ആയുസ് നൽകപ്പെട്ടവർ, അല്പം ചിലർ മാത്രം അതിനു മുകളിൽ പോകുന്നവർ. പക്ഷേ 83 വർഷവും 4 മാസവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്ത കൂലി ഒറ്റ രാത്രിയിലെ ഇബാദത്ത് കൊണ്ട് നേടുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ഖൈറും മിൻ അൽഫി ശഹർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മറ്റു മലക്കുകളും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി മുഴുവൻ കാര്യങ്ങളുമായി കൽപ്പനകളുമായി വരുന്ന സമയമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം പുലരുവോളം ആ സമാധാനത്തിൻ്റെ ഒരു രാത്രിയായിരിക്കും അത് എന്നാണ്. സുഹൃത്തുക്കളെ, നമുക്കൊരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ഹാദ ശഹ്റ ഖദ് ഹലറക്കും, സുഹൃത്തുക്കളെ, നിങ്ങൾക്കിതാ ഒരു പ്രത്യേക മാസം വന്നിരിക്കുന്നു. വഫീഹി ലൈല, ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാളും ശ്രേഷ്ഠമായ രാവാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, മൻ ഹുരിമഹാ, ആർക്കെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, അവന് എല്ലാ നന്മയും നഷ്ടപ്പെട്ടവനാണ്. ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവന്, പുണ്യം നഷ്ടപ്പെട്ടവന്, നന്മ നഷ്ടപ്പെട്ടവനാണ്. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം, അങ്ങേയറ്റത്തെ ഭാഗ്യദോഷിക്കല്ലാതെ ലൈലത്തുൽ ഖദർ പുൽകാനാകാതെ പോവുകയില്ല. അള്ളാഹു ലൈലത്തുൽ ഖദറിനെ പുൽകാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇനി പള്ളിയിൽ വന്ന് എഴുത്തിക്കാഫിരിക്കാൻ സാധ്യമല്ലെങ്കിൽ പോലും രാത്രിയെ സജീവമാക്കി അതിന്
പകരം വീട്ടാൻ നമ്മുടെ ഇബാദത്തുകളെയോ ജമാഅത്തുകളെയോ ഒന്നും ബാധിക്കാതെ അല്പസമയം പകലിൽ ഉറങ്ങിയാലും രാത്രിയെ ജീവിപ്പിച്ചുകൊണ്ട് അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കണം. ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. അത് തന്നെ ഒറ്റയിട്ട രാവുകളിലാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തഹറൗ ലൈലത്തുൽ ഖദ്ർ ഫിൽ വിത്ർ മിനൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ, പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങളതിനെ പ്രതീക്ഷിക്കുക. അത് എന്നാണ്? 21-നോ 23-നോ 25-നോ 27-നോ 29-നോ അതിനെ നാം പ്രതീക്ഷിക്കണം. എല്ലാ വർഷവും ഒരേ രാവിലല്ല ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞു, ഹിയ മുൻതഖിലത്തുൻ, അതിങ്ങനെ മാറി മാറി വരുന്ന രൂപത്തിലാണ്. ഫി സനത്തിൻ ഫി ലൈല, ഒരു വർഷം 21-നാകാം. വഫി സനത്തിൻ ഉഖ്റ ഫി ലൈലത്തിൻ ഉഖ്റ, മറ്റൊരു വർഷം 23-നോ 25-നോ അങ്ങനെ വേറെ വേറെ രാത്രികളിൽ അത് മാറി മാറി വരുന്നതാകും. അതുകൊണ്ട് ഓരോ ഒറ്റയിട്ട രാവുകളെയും ആ നിലക്ക് തന്നെ പ്രതീക്ഷിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. റസൂലുള്ള പറയാണ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന്, ആ ലൈലത്തുൽ ഖദ്റില്ലേ, ആ രാത്രിയില്ലേ, അന്ന് ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ ഈമാനം വഹ്തിസാബാ, പ്രതിഫലേച്ഛയോടെ വിശ്വാസത്തോടെ റബ്ബിൻ്റെ മാർഗത്തിൽ നമസ്കാരം നിർവഹിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. സുഹൃത്തുക്കളെ, മാപ്പ് കിട്ടുന്ന ദിവസമാണ്, മാപ്പ് കിട്ടുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, റസൂലേ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്താ ചൊല്ലേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നതിനെ നിനക്കിഷ്ടമാണ്. ഫഅഫു അന്നി, എനിക്ക് മാപ്പ് തരണേ, ഞാൻ വീഴ്ച സംഭവിച്ചവനാണ്, പാപിയാണ്, പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് ഈ രാത്രിയെ നമുക്ക് സ്വീകരിക്കാനാകണം. ഈ 10 ദിവസങ്ങളെയും നാം ഉപയോഗപ്പെടുത്തണം. ഓരോ ദിവസവും നിർണായകമാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ഏറെ കാത്തിരുന്ന് പ്രതീക്ഷിച്ച് സ്വീകരിച്ച റമളാൻ അതിവേഗത്തിൽ പോകുന്നതാണ് പിന്നീട് നമുക്ക് അനുഭവപ്പെട്ടത്. 2 ഭാഗവും തീരാനായി. ഇനി അവസാന നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയതുപോലെ പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇനിയും അങ്ങാടികളിലും കച്ചവടങ്ങളിലും മറ്റു തിരക്കുകളിലുമായി മാത്രം നമ്മുടെ സമയം ചെലവഴിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. ദാനധർമ്മങ്ങളിലും എഴുത്തികാഫിലുമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ലൈലത്തുൽ ഖദ്റിൻ്റെ 7ഓളം പ്രത്യേകതകൾ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ മുബാറക്, അനുഗ്രഹീതമായ രാവ് എന്ന് ഖുർആൻ സൂറത്തു ദുഹാനിൽ പഠിപ്പിച്ച രാത്രിയാണ്. 1000 മാസത്തേക്കാളും പുണ്യം നിറഞ്ഞ രാവാണ്. ജിബ്രീൽ അടക്കമുള്ള മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമാണ്. നേരം പുലരുവോളം സമാധാനം തളം കെട്ടി നിൽക്കുന്ന രാത്രിയാണ്. പാപം ചെയ്തവൻ്റെ പാപം പൊറുക്കപ്പെടുന്ന ദിവസമാണ്. അതിൻ്റെ നന്മ നഷ്ടപ്പെട്ടാൽ മുഴുവൻ നന്മകളും നഷ്ടപ്പെടുമാറ് പുണ്യം നിറഞ്ഞ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അന്ന് അധിക ചൂടും തണുപ്പുമില്ലാത്ത വിധം ശാന്തമായൊരു അന്തരീക്ഷമായി അനുഭവപ്പെടും എന്ന് പോലും അതിൻ്റെ ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്ക് ഓരോ ദിവസത്തെയും ഓരോ മിനിറ്റുകളെയും ഉപയോഗപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ഈ പരിശുദ്ധ റമദാനിലെ ഓരോ സെക്കൻഡുകളെയും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിവസങ്ങളെ കൂടുതൽ പ്രതിഫലേച്ഛയോടെ ഉപയോഗപ്പെടുത്താൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ വരുന്ന ലൈലത്തുൽ ഖദ്റിനെ പുൽകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم وفقنا لقيام ليلة القدر إيمانا واحتسابا وارزقنا خيرها وبركتها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.